തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ചരിത്രത്താളുകൾ പരിശോധിച്ചാൽ സിനിമയും രാഷ്ട്രീയവും തമ്മിലുള്ള അഭേദ്യവും സങ്കീർണവുമായ ബന്ധം ആർക്കും ബോധ്യപ്പെടും. എംജിആറും കരുണാനിധിക്കും ജയലളിതയ്ക്കും ദശകങ്ങളോളം അടക്കിവാണ ഈ രാഷ്ട്രീയ മണ്ണിലേക്ക് പുതിയ രംഗത്തിനായി വിജയ് എത്തുമ്പോൾ തമിഴകം വലിയൊരു മാറ്റമാണ് പ്രതീക്ഷിച്ചിരുന്നത്. തമിഴക രാഷ്ട്രീയത്തിലെ രണ്ട് അതികായന്മാരായ കരുണാനിധിയുടെയും ജയലളിതയുടെയും വിയോഗം സൃഷ്ടിച്ച വലിയൊരു രാഷ്ട്രീയ ശൂന്യതയിലേക്ക് കടന്നുവരാൻ പലരും ശ്രമിച്ചെങ്കിലും അത് എല്ലാവരും പൂർണ്ണമായി പരാജയപ്പെടുകയാണ് ചെയ്തിരുന്നത്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിജയ് ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അത് ഭരണകക്ഷിയായ MDAയ്ക്കും പ്രധാന പ്രതിപക്ഷമായ അണ്ണാ DMKയ്ക്കും ഒരുപോലെ വലിയൊരു വെല്ലുവിളിയാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയിരുന്നത്. എന്നാൽ രാഷ്ട്രീയത്തിലെ തുടക്കക്കാരനായ വിജയ്ക്ക് തന്റെ സഹപ്രവർത്തകരുടെ അനാവശ്യമായ പ്രസ്താവനകൾ വലിയൊരു ചതിക്കുഴിയായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് TVK ജനറൽ സെക്രട്ടറി ആദവ് അർജുന തമിഴ് താരം രജനീകാന്തിനെ കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ തമിഴ് രാഷ്ട്രീയത്തിലെ സമവാക്യങ്ങളെ ആകെ അടിമുടി മാറ്റിമറിച്ചിരിക്കുന്നു. രാഷ്ട്രീയത്തിൽ വാക്കുകൾ മൂർച്ചയേറുന്നതിനനുസരിച്ച് അതിന്റെ പ്രത്യാഘാതവും അത്ര തന്നെ വലുതായിരിക്കും. രജനീകാന്ത് 2001 രാഷ്ട്രീയ പ്രവേശനത്തിൽ നിന്ന് അവസാന നിമിഷം പിന്തിരിഞ്ഞത് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമല്ലെന്നും മറിച്ച് തമിഴ്നാട് ഭരിക്കുന്ന DMK കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള കടുത്ത ഭീഷണിയും സമ്മർദ്ദവും മൂലമാണെന്നുള്ള ആദവ് അർജുനയുടെ ആരോപണം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. രജനീകാന്തിനെ പോലെ ഒരു അതികായന് പോലും DMK രാഷ്ട്രീയ വേട്ടയാടലുകളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ലെന്നും എന്നാൽ അത്തരം വെല്ലുവിളികളെ നേരിടാൻ തന്റെ നേതാവായ വിജയ്ക്ക് സാധിക്കുമെന്നുള്ള താരതമ്യം വിജയുടെ രാഷ്ട്രീയ വീര്യത്തെ പുകഴ്ത്താനാണെങ്കിലും അത് ചെന്ന് തറച്ചത് തമിഴ്നാട്ടിലെ ലക്ഷക്കണക്കിന് വരുന്ന രജനി ആരാധകരുടെ വികാരങ്ങളിലേക്കാണ്. തമിഴ്നാട് ജനത ആദരവോടെയും സ്നേഹത്തോടെയും കാണുന്ന ഒരാളെ രാഷ്ട്രീയ നേട്ടത്തിനായി താഴ്ത്തിക്കെട്ടുന്നത് വലിയൊരു വിഭാഗം നിഷ്പക്ഷ വോട്ടർമാരെ വിജയിൽ നിന്ന് അകറ്റാൻ മാത്രമേ സഹായിക്കൂ. പാർട്ടി നേതൃത്വം വളരെ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. ഈ വിവാദം കേവലം ഒരു പ്രസ്താവനയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. BJP നയിക്കുന്ന NDA സഖ്യവും വിജയുടെ TVKയും തമ്മിൽ ഒരു രഹസ്യധാരണയുണ്ടെന്ന അഭ്യൂഹങ്ങൾ ചെന്നൈയിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ മാസങ്ങളായി സജീവമായിരുന്നു. തമിഴ്നാട്ടിൽ വലിയൊരു ജനകീയ അടിത്തറയുണ്ടാക്കാൻ കഷ്ടപ്പെടുന്ന BJPക്ക് വിജയെപ്പോലൊരു യുവജന സ്വാധീനമുള്ള താരത്തിന്റെ പിന്തുണ വലിയൊരു മുതൽക്കൂട്ടാകുമായിരുന്നു. എന്നാൽ രജനീകാന്തുമായി എക്കാലവും അടുത്ത സൗഹൃദം പുലർത്തുന്ന BJP കേന്ദ്ര നേതൃത്വത്തിന് അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ ഭീരുവാക്കി ചിത്രീകരിക്കുന്ന നിലപാടുള്ള ഒരു പാർട്ടിയുമായി കൈകോർക്കുന്നത് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒന്നാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ നൈനാർ നാഗേന്ദ്രന്റെയും മറ്റു മുതിർന്ന നേതാക്കളുടെയും കടുത്ത പ്രതികരണം ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. രജനീകാന്തിന്റെ വ്യക്തിത്വത്തെ പോലും ചോദ്യം ചെയ്യുന്നവരുമായും അദ്ദേഹത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി വലിച്ചിഴക്കുന്നവരുമായും യാതൊരുവിധ രാഷ്ട്രീയ സഹകരണത്തിനും BJP തയ്യാറാവില്ലെന്ന് അവർ വ്യക്തമാക്കിയതോടെ NDA TVK സാധ്യതകൾ തിരശീല വീണിരിക്കുകയാണ്. ഇത് BJPക്ക് മാത്രമല്ല, DMK വിരുദ്ധ വോട്ടുകൾ ഒരുമിച്ച് കൊണ്ടുവരാൻ ആഗ്രഹിച്ച അണ്ണാ DMKയിലെ ഒരു വിഭാഗത്തിനും തിരിച്ചടിയായിരിക്കുകയാണ്. സാധാരണയായി രാഷ്ട്രീയ വിവാദങ്ങളോടും വ്യക്തിപരമായ ആരോപണങ്ങളോടും മൗനം പാലിക്കാറുള്ള രജനീകാന്ത് ഇത്തവണ പ്രതികരിക്കാൻ തീരുമാനിച്ചത് കാര്യങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിച്ചിരിക്കുന്നു. കാലം സംസാരിക്കില്ല, പക്ഷേ അത് കാത്തിരുന്ന് കൃത്യമായി മറുപടി നൽകുമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വെറുമൊരു സിനിമാ ഡയലോഗല്ല, മറിച്ച് വിജയിയും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും നൽകിയ വ്യക്തമായ താക്കീതാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നു. രജനീകാന്തിന്റെ രാഷ്ട്രീയ പിന്മാറ്റം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനമാണെന്ന് എല്ലാവരും അംഗീകരിക്കുമ്പോഴും അതിനെ രാഷ്ട്രീയ ഗൂഢാലോചനയായി ചിത്രീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. രജനി ആരാധകർക്കിടയിൽ വിജയോടുള്ള ഈ പ്രതിഷേധം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വോട്ടുകളായി മാറാനും സാധ്യതയുണ്ട്. ആദവ് അർജുനയുടെ വാക്കുകൾ TVK എന്ന പാർട്ടിക്കുള്ളിലും വലിയ അസ്വാരസ്യങ്ങളും പൊട്ടിത്തെറികൾക്കും കാരണമായിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തുടക്കകാലത്ത് മറ്റ് കക്ഷികളുമായി സഖ്യമുണ്ടാക്കുക എന്നത് നിലനിൽപ്പിന്റെ ഭാഗമാണ്. സഖ്യ ചർച്ചകൾക്ക് മുൻകൈ എടുക്കേണ്ട നേതാവ് തന്നെ ഇത്തരമൊരു വിവാദം സൃഷ്ടിച്ചത് പാർട്ടിക്കുള്ളിലെ മുതിർന്ന പ്രവർത്തകരെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ആദവ് അർജുനയുടെ അമിതാവേശം പാർട്ടിയുടെ സ്വീകാര്യതയെ ബാധിച്ചതെന്നാണ് പ്രധാന പരാതി. ഒടുവിൽ എല്ലാ വിവാദങ്ങളിൽ നിന്ന് തടിയൂരാനും പാർട്ടിയുടെ പ്രതിച്ഛായ സംരക്ഷിക്കാനും 234 സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് TVK ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ടി വന്നു. DMK വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിച്ചു പോകുന്നത് തടയാൻ രൂപം കൊള്ളുമായിരുന്ന ഒരു ശക്തമായ മൂന്നാം മുന്നണിയുടെ സാധ്യതയാണ് ഈ ഒരൊറ്റ പ്രസ്താവനയിലൂടെ തകർന്നുപോയത്. തമിഴ്നാട്ടിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ വോട്ടുകൾ ഭിന്നിക്കുന്നത് എപ്പോഴും ഭരണകക്ഷിക്കാണ് ഗുണം. അണ്ണാ DMKയും BJPയും വിജയിയുടെ പാർട്ടിയും വെവ്വേറെ മത്സരിക്കുമ്പോൾ DMK വിരുദ്ധ വോട്ടുകൾ മൂന്നായി പിളരും. ഇത് ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെ മറികടന്ന് അധികാരത്തിൽ തുടരാൻ MK സ്റ്റാലിനെയും DMKയെയും സഹായിക്കും. വിജയ് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യത്തെ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ആദവ് അർജുനയുടെ പ്രസ്താവന മൂലം തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിയിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തമിഴ് ജനത ഈ വിവാദങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും
TVKയുടെ ഭാവി. സിനിമയിലെ ആരാധകരെ വോട്ടർമാരാക്കി മാറ്റുക എന്നതിലുപരി സാധാരണക്കാരായ ജനങ്ങളുടെയും മറ്റു പാർട്ടിയിലെ വോട്ടർമാരുടെയും ആദരവ് കൂടി പിടിച്ചുപറ്റിയാൽ മാത്രമേ വിജയ്ക്ക് തമിഴകത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താൻ സാധിക്കൂ. രാഷ്ട്രീയത്തിലെ ജാതി സമവാക്യങ്ങളും പ്രാദേശിക വികാരങ്ങളും വിജയുടെ പാർട്ടിക്ക് എങ്ങനെയൊക്കെ അനുകൂലമാകുമെന്ന് കണ്ടറിയണം. പ്രത്യേകിച്ച് വടക്കൻ തമിഴ്നാട്ടിലും തെക്കൻ ജില്ലകളിലും TVK എത്രത്തോളം സ്വാധീനമുണ്ടാക്കുമെന്നത് നിർണായകമാണ്. അഴിമതിയില്ലാത്ത ഭരണം, ജനക്ഷേമ പദ്ധതികൾ എന്നിവയിൽ ഊന്നിയുള്ള വിജയുടെ പ്രസംഗങ്ങൾ യുവാക്കളെ ആകർഷിക്കുന്നുണ്ടെങ്കിലും ഇത്തരം വിവാദങ്ങൾ പാർട്ടിയുടെ ലക്ഷ്യത്തെ വഴിതിരിച്ചു വിടുകയാണ്. രജനീകാന്തിനെ പോലൊരു വ്യക്തിയെ ആദരിക്കാൻ തയ്യാറാകാത്ത ഒരു രാഷ്ട്രീയ സംസ്കാരം തമിഴ്നാട്ടിലെ പൊതുസമൂഹം എത്രത്തോളം അംഗീകരിക്കുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഓരോ പ്രസ്താവനയും ഓരോ ചുവടുവെപ്പും അളന്നുകുറിച്ച് വെക്കേണ്ടുന്ന ഈ സാഹചര്യത്തിൽ TVK ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നത് രാഷ്ട്രീയ തമിഴകത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാണ്.